ആമേൻ ചുരുക്ക സമയമേ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടും വേഗത്തിൽ നമുക്കിന്ന് ഒരു കൊച്ചു വചന ചിന്തയ്ക്കായി ഒരു ചിന്തയെടുക്കാം. ആമേൻ അപ്പോസ്തലപ്രവൃത്തി, ആമേൻ സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് ഒന്നെടുക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 13-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വേദവാക്യം. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? മതി. ആമേൻ സ്തോത്രം. നമ്മൾ മെസ്സേജിന് തൊട്ട് മുമ്പ് ഒരു പ്രാർത്ഥന വിഷയം നമുക്ക് മെസ്സേജായി അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വൈപ്പിലുള്ള സോജൻ ബ്രദർ, ആമേൻ, തൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകൻ ഫ്രാൻസിസ് എന്നാണ് തൻ്റെ പേര്. കോവിഡിനാൽ ഭാരപ്പെടുന്ന വലിയ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു. ഇടയ്ക്ക് ആമേൻ തൻ്റെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കോവിഡിനാൽ ഭാരപ്പെടുന്ന ആ ചെറുപ്പക്കാരന് വേണ്ടി നമ്മൾ കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ മെസ്സേജ് ഇട്ടു. എല്ലാ കാര്യം ഒന്ന് കോർത്ത് പിടിച്ചേ. ആമേൻ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ, ഫ്രാൻസിസ് എന്ന് പറയുന്ന തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിന് എല്ലാം നമുക്ക് മറുപടി തന്നു. ആമേൻ. കോവിഡിനാൽ ഭാരപ്പെട്ട എത്രയോ പേരുണ്ടായിരുന്നു ഈ അവസാന സമയത്ത്. മാക്സി സിസ്റ്റർ, കുടുംബം, അതുപോലെ പ്രിയ ജസ്റ്റിൻ ബ്രദർ, ആമേൻ, അവരൊക്കെ ആമേൻ വളരെ കഷ്ടം അനുഭവിച്ചു. പക്ഷെ ദൈവസഭയുടെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. നമ്മുടെ കണ്ണുനീര് ദൈവം കണ്ടല്ലോ. യേശുപ്പച്ച, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങൾ ആ വ്യക്തിയെ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും ആ വ്യക്തിയെ അറിയത്തില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ ഒരു മനസ്സോടെ ദൈവസഭയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ആമേൻ, രോഗക്കിടക്കം മാറ്റി വിരിക്കാൻ കഴിവുള്ള യേശുവിൻ്റെ കരം അപ്പച്ച ഇന്ന് പകൽ നീട്ടണമേ കർത്താവേ. ഞങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിൽക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്തു എന്ന് കേൾക്കണം അപ്പച്ച. അങ്ങയുടെ കരം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. വേഗത്തിലോടുന്ന അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അഴച്ച് കർത്താവ് സൗഖ്യമാക്കണം. പരിപൂർണ്ണ വിടുതൽ എല്ലാവരുടെ മേലും കൽപ്പിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കേൾക്കാം. ദൈവം സൗഖ്യമാക്കുന്നതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മളിന്ന് ദൈവവചന ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിച്ചത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റു നോക്കി. ശൗൽ എന്ന പേരുള്ള ആ പൗലോസ് ആ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്. നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികളെ, നമുക്കെതിരെ വരുന്ന വെല്ലുവിളികളെ, നമുക്കെതിരെ വരുന്ന ഉയരുന്ന സകല ദുഷ്ടൻ്റെ ആധിപത്യങ്ങളെയും നമുക്ക് ജയിപ്പാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ആത്മബലം ഉണ്ട്, ഒരു ആത്മീക ആയുധമുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ ബലമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പൗലോസ് ആമേൻ തൻ്റെ മുമ്പിൽ വന്ന പ്രതിസന്ധിയെ, തൻ്റെ മുമ്പിൽ നേരിട്ടതായ പ്രതികൂലത്തെ നിങ്ങളെല്ലാം ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പൗലോസ് അതിനെ കൈകാര്യം ചെയ്തത് ആത്മാവിൻ്റെ പൂർണ്ണതയിലാണ്. ആമേൻ. നമ്മുടെ സബ്ജക്റ്റ്, ഇന്നത്തെ വിഷയം ഇതാണ്. നമുക്കെതിരെ ശത്രു കൊണ്ടുവരുന്ന സകല പ്രതിസന്ധികളെയും സകല പ്രതികൂലങ്ങളെയും ആത്മപൂർണരായി നമ്മൾ അതിനെ ഓവർകം ചെയ്യണം, ആത്മപൂർണരായി അതിനെ ജയിക്കണം. എത്ര പേർ ഇന്ന് അങ്ങനെ ഒരു മെസ്സേജ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? അവരുടെ വിശുദ്ധ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എനിക്കും നിങ്ങൾക്കും എതിരെ കയറി വരുന്ന ചിലതിനെ സാധാരണമായി നോർമലായി അതിനോട് ഇടപെടരുത്, ഒരു നോർമലായി അതിനെ കൈകാര്യം ചെയ്യരുത്. അവൻ നമുക്കെതിരെ കയറി വരുന്ന പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ ഈ പകൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മപൂർണതയോടെ, ആത്മാവിൻ്റെ ബലത്തോടെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യണം, നിങ്ങൾ അതിനെ ജയിക്കണം. സ്തോത്രം. ഞാൻ ആ ചരിത്രം അല്ലെങ്കിൽ ആ വാക്യവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം ഒന്ന് ഞാൻ തൊടാം. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 1-ാമത്തെ വാക്യം, അന്തോക്യയിലെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അന്തോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായ ഹേരോദാവോട് കൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു.
അന്ന് ആ സഭയിൽ ഒരു വലിയ കൂട്ടം എന്ന് വെച്ചാൽ നമ്മളെല്ലാം നോക്കി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്ത ഗണം ആ അന്തോക്യയിലെ സഭയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതിനകത്ത് നമ്മുടെ കഥാപാത്രമായ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ 9-ാം അധ്യായം ശൗലിൻ്റെ മാനസാന്തരമാണ്. 9-ാം അധ്യായത്തിൽ ശൗൽ എന്ന് പറയുന്ന ആ മനുഷ്യനെ ദൈവം തൊടുന്നു. തൻ്റെ മാനസാന്തരമാണ്, തൻ്റെ സ്നാനമാണ്. തൊട്ടടുത്ത അധ്യായങ്ങളിലും തൻ്റെ സുവിശേഷത്തിൻ്റെ യാത്രയുമാണ് അടുത്ത ദിവസങ്ങൾ. എന്നാൽ അത് ആരംഭിക്കുന്നത് അന്തോക്യയിലെ സഭയിൽ വെച്ചാണ്. അന്തോക്യ സഭയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങൾ ഒന്നറിയണം. അന്തോക്യ സഭ എന്ന് പറയുന്നത് ഒരു കെട്ടുറപ്പുള്ള ഒരു ദൈവസഭയാണ്. 2, ആമൻ പരിശുദ്ധാത്മ നിയോഗത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ദൈവസഭയാണ്. ചരിത്രം പഠിച്ചു വരുമ്പോൾ ആമൻ നൂറ്റാണ്ടിൽ ഉണർവിന് വേണ്ടി മിഷണറിമാരെ സെൻഡ് ചെയ്ത, മിഷണറിമാരെ അഴച്ച ആദ്യത്തെ സഭ എന്ന് പറയുന്നത് അന്തോക്യയിലെ സഭയാണ്. യെരുശലേമിൽ വലിയ ഉപദ്രവം ഉണ്ടാകുന്നു. 6-7 അധ്യായങ്ങളിൽ യെരുശലേമിൽ ഉണ്ടാകുന്ന വലിയ ഉപദ്രവം നിമിത്തം സഭ ചിതറിപ്പോകുന്നു. ആമൻ, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. പരിശുദ്ധാത്മാവ് തുടക്കത്തിൽ മത്തായി 28 പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നാൽ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികൾ ആകണം. കർത്താവ് കൽപ്പിച്ച സുവിശേഷത്തിൻ്റെ അതിർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെയാണ്. ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കണമേ. ആമൻ, കർത്താവ് സുവിശേഷ ഘോഷണത്തിന് വേണ്ടി അപ്പോസ്തലക ഗണത്തെ ദൈവം പരമേൽപ്പിച്ചത് ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെയാണ്. എന്നാൽ അവർ ചെയ്തെന്നാന്നറിയാമോ? അവർ ഒരുമിച്ച് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് യെരുശലേം എന്ന് പറയുന്ന ആമൻ സ്തോത്രം ദൈവസഭയുടെ ആമൻ ആണിക്കല്ലിട്ട യെരുശലേമിൽ അവർ ഒരുമിച്ച് കൂടാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. പരിശുദ്ധാത്മാവിന് മനസ്സിലായി, ഇങ്ങനെ ഒരു ചൂടേറിയ അനുഭവത്തിൽ യെരുശലേമിൽ മാത്രം അപ്പോസ്തലന്മാർ ഒതുങ്ങിയാൽ സുവിശേഷം ലോകമെങ്ങും എത്തുകയില്ല. അത് മനസ്സിലാക്കിയ കർത്താവ് സഭയ്ക്കെതിരെ ഒരു ഉപദ്രവം നേരിട്ടു, അല്ലെങ്കിൽ ഒരു പീഡനം ആമൻ ചെയ്യാൻ ദൈവം അനുവദിച്ചു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഞാനൊരു ദൂത് ദൈവസഭയോട് പറയാം. നാം എവിടെ സുരക്ഷിതരായിട്ട് താവളമടിച്ചുറപ്പിക്കാൻ നോക്കുന്നുവോ, എന്നാൽ അതിനപ്പുറം നിന്നെ യാത്രയാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ അവിടെ ചില കലക്കങ്ങൾ അല്ലെങ്കിൽ അവിടെ ചില പിരിമുറുക്കങ്ങൾ നിനക്കെതിരെ ദൈവം അനുവദിക്കുന്നത് നീ അവിടെ ഒതുങ്ങാതെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ്. ദൂത് മനസ്സിലായവർക്കായി സ്തോത്രം. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു പ്രൊഫറ്റിക്കലായിട്ടുള്ള വ്യക്തിപരമായ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. അയ്യോ കർത്താവേ, ഞാനിവിടെ സുരക്ഷിതമായിരുന്നല്ലോ, ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വളരെ ആമൻ സ്തോത്രം വളരെ സന്തോഷമായിട്ടാണല്ലോ പോയത്. എന്തിനാ ഇങ്ങനൊരു പെട്ടെന്നൊരു പ്രശ്നം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ പ്രശ്നത്തിലൂടെ, ആ വിഷയത്തിലൂടെ ദൈവത്തിന് നിങ്ങളെ ഒന്നുകൂടി വിപുലീകരിക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ വലതുകരം ഉയർത്തിക്കൊണ്ട് പറ, എനിക്കും എൻ്റെ കുടുംബത്തിനും എതിരെ ഇന്നുണ്ടായിരിക്കുന്ന വിഷയമുണ്ടല്ലോ, എന്നെ ദൈവം ഇവിടെ ഒതുക്കാതെ എൻ്റെ ശുശ്രൂഷ വ്യാപിപ്പിക്കാനത്രേ, എൻ്റെ കുടുംബത്തിൻ്റെ നന്മ വ്യാപിപ്പിക്കാനത്രേ, ഞങ്ങളുടെ തലമുറയുടെ നന്മകൾ വ്യാപിപ്പിക്കാനത്രേ ദൈവം അനുവദിച്ചു കൊണ്ടുവരുന്ന പ്രതിസന്ധികളെ ആത്മനിറവിൽ തരണം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാലോചന പറയുന്നു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അതിനുശേഷം ഒരു നിയോഗം അവർക്ക് ലഭിക്കുന്നു. ആ നിയോഗപ്രകാരം അവർ അന്തോക്യയിൽ കൂടുന്നു. അന്തോക്യയിലെ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ദൈവിക നിയോഗങ്ങൾ ലഭിക്കുന്ന ഉപവാസങ്ങൾ ആമൻ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു. എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു? ഞാൻ ഒന്നുകൂടി പറയാം, ചില ദൈവിക നിയോഗങ്ങൾ ആമൻ ഉടലെടുക്കുന്ന ഉപവാസങ്ങൾ ആമൻ സഭക്കകത്ത് ആരംഭിക്കാൻ പോകുന്നു. എന്നോട് കർത്താവ് കഴിഞ്ഞ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നു, ആമൻ വ്യക്തിപരമായി ആരെയും പ്രേരിപ്പിക്കാതെ
പ്രേരണ കൂടാതെ സഭയ്ക്കകത്തെ കുടുംബങ്ങൾ കൂട്ടമായി ഉപവാസത്തിലേക്ക് നീങ്ങുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മ പറയുന്നു. ആരും പറയാതെ, ആരും പ്രേരിപ്പിക്കാതെ, ആരും ഇരിക്കെന്ന് പറയാതെ വ്യക്തിപരമായി അകത്തളത്തിൽ തോന്നിയിട്ട് ചില ഉപവാസങ്ങൾ ദൈവസഭയിലെ കുടുംബങ്ങൾ തയ്യാറെടുക്കുന്നു. അതിനുവേണ്ടി ദൈവം ചില ഒരുക്കുന്നു. ആത്മാവെന്നോട് പറയുന്നു. പക്ഷേ അവൻ ഒരു കാര്യം കൂടി ആത്മാവെന്നോട് പറയുന്നു. ആ ഉപവാസം കഴിയുമ്പോൾ നിങ്ങൾ പോലും അതിശയിക്കുമാർ അത്ഭുതകരമായ നിലവാരങ്ങൾ കൂടാരങ്ങൾക്കുള്ളിൽ ദൈവം വെളിപ്പെടുത്തും, തലമുറകളിൽ ദൈവം വെളിപ്പെടുത്തും. കഴിഞ്ഞ ഏതാനും നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ചിലതിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെട്ടിമാറ്റി അതിന്മേൽ പൂർണ്ണ ജയം തരുന്ന ചില ഫാസ്റ്റിംഗ് പ്രയറുകൾ ദൈവം ക്രമീകരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആരംഭത്തിൽ ഇടപെടുന്നു. എന്തുമാകട്ടെ, ആമേൻ. ആ സഭയിലെ ഉപവാസം കഴിഞ്ഞപ്പോൾ ദൈവം ചിലരെ നിയോഗിക്കുന്നു. ആ വാക്യം ഒന്ന് വായിച്ചാൽ കൊള്ളാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്കൊന്ന് എടുക്കാം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് ഒരു വ്യത്യസ്തമായ ദൂത് ഇന്ന് പകൽ ഇടപെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപവസിക്കുന്ന ദൈവജനത്തെ കുറിച്ച് അന്തോക്യയിലെ സഭയിൽ ഹൈലൈറ്റായി പരിശുദ്ധാത്മാവ് എടുത്ത് കാണിക്കുന്ന ഒരു ദൂതുണ്ട്. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നു. അപ്പൊ ആരുടെ മേലാണ് വിളി വരുന്നത്? ഉപവസിക്കുന്ന, ആരാധിക്കുന്ന ഒരു ദൈവജനം. കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ആരാധന എന്ന് പറയുന്നത് നിസ്സാരമായി കാണരുത് കേട്ടോ. ആരാധന എന്ന് പറയുന്ന ചെറിയ കാര്യമായി കാണരുത്. ആമേൻ. ഉപവസിക്കുന്ന ഒരു ദൈവ പൈതൽ ചുമ്മാതിരിക്കരുത്. ആത്മാവിൽ നിറഞ്ഞാരാധിച്ചേക്കണം. അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തെ ആരാധിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ. സ്തോത്രം. ഇവിടെ ഒരു പ്രശസ്ത ഭാഗം പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എന്നോട് ഇടപെട്ടു. ആമേൻ. നിങ്ങൾ എല്ലാവരും ഒന്ന് ശാന്തമായി ശ്രദ്ധിക്കണം. ഒരുവന് ഒരു ആത്മനിയോഗം കിട്ടിയാൽ, ഒരാളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, അവൻ്റെ മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് അവനെ അഭിഷേകം ചെയ്താൽ തനിക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകാം, തനിക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി സുവിശേഷ വേല ചെയ്യാം. പക്ഷേ ഈ ഭൂമിയിൽ അഭിഷേകം ചലിക്കാനും അഭിഷേകം ചലിപ്പിക്കാനും കർത്തൃത്വം നടത്തുവാനും ദൈവിക അനോയിന്റിംഗിലേക്ക് കൊണ്ടുവരാനും ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് അവരെ കൈപിടിച്ച് നടത്താനും ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സഭ. ദൂത് മനസ്സിലായോ? പരിശുദ്ധാത്മാവിന് വേണമെങ്കിൽ ശൗലിനെയും ബർന്നബാസിനെയും വ്യക്തിപരമായി പറഞ്ഞടക്കാമായിരുന്നു. പക്ഷെ ദൈവസഭയോട് പരിശുദ്ധാത്മ പറയുന്നു, എനിക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അവരെ കൈവച്ച് വേർതിരിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ അവൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ചില ദൈവദാസന്മാരെയും ഒക്കെ കണ്ട് പരിചയപ്പെടുമ്പോൾ ഞാൻ ചോദിക്കും, ബ്രദർ ഏത് സഭയിലാ? ബ്രദറിൻ്റെ പാസ്റ്റർ ഏതാ? അപ്പം പറയും, അങ്ങനെ ഒന്നും ഇല്ല ബ്രദറെ, എല്ലാം എൻ്റെ സഭയാ. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളുടെ പാസ്റ്റർ ആരാ? അപ്പം എന്നോട് പറയും, അങ്ങനെയൊന്നും ഇല്ല, ഒരുപാട് മെൻറ്റർമാരുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ ഒത്തിരി ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് ഒരുപാട് മെൻറ്റർമാർ. ആമേൻ. കഴിഞ്ഞ ദിവസം ആമേൻ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പാസ്റ്ററെ. ഞാൻ അതുകൊണ്ട് ഞാൻ എന്ത് വേണം? എനിക്ക് പാസ്റ്റർ മെൻറ്ററാക്കിയാൽ കൊള്ളാം. സ്തോത്രം. എന്നെ മെൻറ്ററാക്കണം. അപ്പം ഞാൻ ചോദിച്ചു, വേറെ മെൻറ്റർമാർ വല്ലതും ഉണ്ടോ? അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേൻ കൂട്ടി ഇപ്പം 4ാമത്തെ മെൻറ്ററാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, വേറെ ആരൊക്കെയുണ്ട്? ടിജോ തോമസ് ഉണ്ട്, കർത്താവിൻ്റെ സെൻറ്റ് ജോഷി പാസ്റ്റർ ഉണ്ട്, സാമച്ചൻ പാസ്റ്റർ ഉണ്ട്, വേറെ ഒരാളുടെ പേരുകൂടി പറഞ്ഞു. 4ാമത് എന്നെ മെൻറ്ററാക്കിയിരിക്കുക. അപ്പോൾ എനിക്ക് ഓടി വന്നൊരു ചിന്ത ഇതാണ്, ശമരിയക്കാരോട് യേശു പറഞ്ഞില്ലേ, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല, പക്ഷെ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പാസ്റ്റർമാരുടെ കാര്യം. ആമേ, പോകുന്നിടത്ത് എല്ലാം മെൻറ്റർമാരാ, പക്ഷേ അവരെ ഗുരുക്കന്മാരായിട്ട് കാണാൻ ലോകത്താരുമില്ല, അവരെ നടത്താൻ ആരുമില്ല. ഇന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏതറ്റം വരെ പോയാലും നിങ്ങൾ ശുശ്രൂഷയ്ക്ക് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ കരം ഉയർത്തി പറയണം,
പറയണം, ഞാൻ ഡെലിവറൻസ് ചർച്ചിൽ നിന്ന് വന്നതാ, എൻ്റെ ദൈവദാസൻ ഇന്നതാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്, എനിക്ക് വേണ്ടി ഇടിവി നിൽക്കുന്ന ഒരു ദൈവദാസനും കുടുംബമുണ്ട്. അങ്ങനെ പറയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഈ ചിന്തയെല്ലാം നിങ്ങൾ വളരെ ആഴമായി ചിന്തിക്കണം. പരിശുദ്ധാത്മാവിന് അവരെ പറഞ്ഞഴക്കാമായിരുന്നു. പക്ഷെ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് ആ ഉത്തരവാദിത്വം കൈമാറുന്നു. എല്ലാവരും ഒന്നുകൂടി ആ വാക്യം വായിച്ചേ. ഇത് നിങ്ങൾ അടിവരയിട്ടേക്കണം. ഒന്ന് വായിച്ച മോനെ ആ വാക്യം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിന്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി സഭ വേർതിരിക്കണം. ആ ഡ്യൂട്ടി സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവരെ നിയോഗിച്ചു, പരിശുദ്ധാത്മാവ് അവരെ കണ്ടു, പരിശുദ്ധാത്മാവ് അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി വിളിച്ചത് ശരിയാണ്. പക്ഷേ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചത് ദൈവസഭയാണ്. ദൂത് മനസ്സിലായോ ദൈവമക്കളെ? അത് ദൈവസഭയ്ക്കാണ് ആ അതോറിറ്റി കൊടുത്തിരിക്കുന്നത്. കാരണം അഴക്കുന്നത് ദൈവമാണ്, പക്ഷേ അഴക്കാൻ ദൈവം ഉപയോഗിക്കുന്നത് സഭയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഭകളിൽ കൂടുന്ന ഒത്തിരി പേർ യൂട്യൂബിലും സൂമിലുമുണ്ട്. പക്ഷെ നിങ്ങളോടെല്ലാം കരങ്ങൾ കൂപ്പിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ഏത് ചർച്ചിൽ ഉൾപ്പെട്ട് നിൽക്കുന്നുവോ ആ ചർച്ചുമായി ഒരു ബന്ധം നിങ്ങൾക്കുണ്ടാകണം. ആ കർത്തൃദാസന്മാരുമായി ഒരു ബന്ധം നിങ്ങൾക്കുണ്ടാകണം. ആ ചർച്ചുമായിട്ട് നിങ്ങൾക്കൊരാഴമായ ബന്ധമുണ്ടാകണം. നിങ്ങളെ അഴക്കുന്നത് ആ സഭയായിരിക്കണം. അന്തോക്യയിലെ സഭ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തനായ 16 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് എഴുതി തന്ന പൗലോസിനെ പറഞ്ഞഴക്കുന്നു. ഇനിയാണ് നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് വരാം. ആ വാക്യം നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ. 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വേദവാക്യം. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അന്തോക്യ പട്ടണത്തിൻ്റെ തുറമുഖമായി അവിടെ നിന്ന് സെലൂക്യ അല്ലെങ്കിൽ കുപ്രോസ്, അന്തോക്യ പട്ടണത്തിൻ്റെ തുറമുഖമാണ് സ്തോത്രം സെലൂക്യ കുപ്രോസ് എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമം. അതൊരു ദ്വീപാണ്. അപ്പോൾ അന്തോക്യയിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ വിളി കേട്ട പൗലോസ് സെലൂക്യ കുപ്രോസ് എന്ന ദ്വീപിൽ നിന്നും കപ്പൽ കയറി. ആ വാക്യത്തിനകത്തുണ്ട്, താൻ അവിടുന്ന് കപ്പൽ കയറി സൈപ്രസ് എന്ന ദ്വീപിലേക്കും അവിടുത്തെ തുറമുഖമായ സലമീസ് എന്ന കൊച്ചു പട്ടണത്തിലും താൻ വന്ന് കപ്പൽ ഇറങ്ങുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സലമീസ് പട്ടണം എന്ന് പറയുന്നത് അന്തോക്യയുടെ പടിഞ്ഞാറ് ഭാഗമുള്ള ഒരു നഗരമാണ്. അപ്പോൾ കുപ്രോസ് അഥവാ സെലൂക്യ എന്ന് പറയുന്ന അന്തോക്യ തുറമുഖത്ത് നിന്ന് താൻ കപ്പൽ കയറി സൈപ്രസ് എന്ന പട്ടണത്തിൻ്റെ തുറമുഖം, അതിൻ്റെ കൊച്ചു പേര് സലമീസ് എന്ന ഒരു പേരാണ്. താൻ അവിടെ വന്നു. ആ സ്ഥലത്തിൻ്റെ മറ്റൊരു പേര് പാംപോസ് എന്നാണ്. ആ അധ്യായത്തിനകത്തുണ്ട് പാംപോസ് എന്ന ഒരു സ്ഥലം. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെ പ്രസംഗം, പൗലോസിൻ്റെ സുവിശേഷം കേൾക്കാൻ അവിടുത്തെ ദേശാധിപതിക്ക് സന്തോഷം തോന്നി. പൗലോസിൻ്റെ ആദ്യത്തെ മിഷനറി യാത്രയിൽ പൗലോസ് പ്രസംഗിക്കാൻ സലമിസ് അഥവാ പാംപോസ് ദ്വീപിൽ വന്നു. അവിടെ ഇറങ്ങി അവിടുത്തെ ദേശാധിപതിയായ, അവിടുത്തെ ഭരണാധിപനായ മനുഷ്യൻ പൗലോസിനെ വിളിച്ചു വരുത്തി പൗലോസിൻ്റെ പ്രസംഗം കേൾക്കാൻ ആരംഭിച്ചു. പൗലോസ് എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ ആ പട്ടണത്തിലെ ദേശാധിപതിയോട് സുവിശേഷം പറയാൻ വാ തുറന്നപ്പോൾ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു കള്ളപ്രവാചകൻ, ഒരു വിദ്വാൻ. ആരാണ്? തന്റെ പേരെന്നാ? സ്തോത്രം. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, കള്ളപ്രവാചകനായ ബർയേസു. കള്ളപ്രവാചകനായ ബർയേസു എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ.
അയാള് സ്തോത്രം പൗലോസ് പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അടച്ചു കളയാൻ ദേശാധിപതി വചനം കേട്ട് രക്ഷിക്കപ്പെടാതിരിപ്പാൻ ഈ വിദ്വാനായ മന്ത്രവാദിയായ മനുഷ്യൻ പൗലോസിന്റെ പ്രസംഗത്തെ ബ്ലോക്ക് ചെയ്തു. സ്തോത്രം. അന്നും ഇന്നും തേജസ്സിന്റെ സുവിശേഷം നാം എവിടെയെങ്കിലും പറയുമ്പോൾ ആ സുവിശേഷത്തിനെതിരെ ശത്രു എഴുന്നേൽക്കാറുണ്ട്. കരമുയർത്തി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ? എവിടെയൊക്കെ ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷം പറഞ്ഞു തുടങ്ങുമോ അവിടെയൊക്കെ പിശാച് ദൈവസഭയുടെ സുവിശേഷത്തെ എതിരെ ശത്രു എതിർക്കാറുണ്ട്. അവൻ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊരു മോനുണ്ട്. ആ മോന് വളരെ സൈലൻ്റായൊരു മോനാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങളുടെ മോനുണ്ടല്ലോ വളരെ സൈലൻ്റാണ്. ആരെങ്കിലും വന്നാൽ അവൻ ബെഡ്റൂമിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒത്തിരി നേരം അവിടെ 2 മണിക്കൂർ ഇരുന്നു. ആ കൊച്ച് വന്നിട്ടുമില്ല. ഇടയ്ക്ക് വന്ന് അപ്പനും അമ്മയും നോക്കിയിട്ട് അകത്ത് പോകും, പിന്നെയും വരും, പിന്നെയും പോകും. ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ വിശേഷമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അല്പസമയം ഞാനൊന്ന് വചനം പറയട്ടെ. വചനം പറയാൻ തുടങ്ങിയപ്പോൾ ചീറ്റ പുലിയ പോലെ ഇവൻ ഓടി വന്ന് അപ്പൻ്റെ മണ്ടേ കയറി, അമ്മയുടെ മണ്ടേ കയറി, അവിടെ കിടന്ന് പാട്ട് പാടുന്നു, ഒച്ച ഉണ്ടാക്കുന്നു. പിന്നെ അവിടെ കിടന്ന് മൊത്തം ഒരു പ്രശ്നമാണ്. എനിക്ക് മനസ്സിലായി, തേജസ്സിൻ്റെ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ കുഞ്ഞിനെ പിശാച് ഉപയോഗിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് അല്പം ശാന്തമായി സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും കയറി വരാത്ത അച്ചായൻ വരും, ഒരിക്കലും കയറി വരാത്ത അമ്മമ്മ വരും. എനിക്കാണെങ്കിൽ ഈ സുവിശേഷം പറയുമ്പോൾ അതിനകത്തൊരു ഡിസ്റ്റർബ് വരുന്നത് പോലെ കലി. എനിക്ക് വേറെ ഒന്നുമില്ല. പണ്ട് എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഇളയ മോനെ ലെസ്ലി വീട്ടിൽ ആരെങ്കിലും വന്നു കഴിയുമ്പോൾ സ്തോത്രം അവന് അടുത്തോട്ട് വരില്ല. അവർ 2 പേരും അടുത്ത ബെഡ്റൂമിൽ ഇരിക്കും. പക്ഷെ ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ അവൻ പതുക്കെ വന്ന് എൻ്റെ മടി കയറിയിരിക്കും. എന്നിട്ട് ഞാൻ ഈ സുവിശേഷം പറയുന്ന കൂട്ടത്തിൽ എൻ്റെ താടി പിടിച്ച് അവൻ്റെ നേരെ തിരിക്കും. ഞാൻ പിന്നെ അവൻ്റെ മുഖത്തൊന്ന് താടി എടുത്ത് സുവിശേഷം പറയാൻ നോക്കുമ്പോൾ വീണ്ടും എൻ്റെ മുഖം തിരിച്ച് അവൻ്റെ നേരെ തിരിക്കും. അവൻ സുവിശേഷം പറയാത്തപ്പോൾ വീട്ടുകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ വരത്തില്ല, അകത്തിന്ന് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, സുവിശേഷം പറയാതിരിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് സുവിശേഷം പറയും. പിന്നെ ആ പ്രദേശത്തോട്ട് വരാറില്ല. സ്തോത്രം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളെപ്പോൾ സുവിശേഷം പറയാൻ തുടങ്ങുന്നുവോ അപ്പോൾ എവിടെന്നെങ്കിലും ഒരുത്തൻ കയറി വരും, ഒരു വിദ്വാൻ കയറി വരും. അവൻ്റെ പേര് ബെറിയേസു എന്നാണ്. പൗലോസ് കുറേയായി. ഒന്നുകൂടി എൻ്റെ ആ സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. സാഹചര്യം പറയാം. പൗലോസ് സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ ബെറിയേസു കയറി വന്നിട്ട് അടുക്കളക്കാര്യം പറയും. പിന്നെ സുവിശേഷം പറയുമ്പോൾ ബെറിയേസു വന്നിട്ട് അന്താരാഷ്ട്ര കാര്യം പറയും. ഇത് കേട്ടും മടുത്തും പൗലോസ് കുറച്ചും കഴിഞ്ഞപ്പോൾ പൗലോസ് അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു മോനെ, ഒന്ന് വായിച്ചേ. 9 തന്നെ. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും. ഒന്ന് മുന്നോട്ടൊന്ന് കയറ്റി വായിച്ചേ. 8-ാം വാക്യം തൊട്ട്. അവൻ ബുദ്ധിമാനായ ബെർഗോസ് പൗലോസ് എന്ന ശതാധിപതിയോട് കൂടെയായിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. അവരെ 2 പേരെയും വരുത്തി ദൈവവചനം കേൾക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, സാധാരണക്കാരനല്ല, ഒരു വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്തു നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അവൻ സുവിശേഷം കേട്ട് വിശ്വസിക്കാൻ പാകമായപ്പോൾ അവൻ കേൾക്കുന്ന വിശ്വാസത്തിനെതിരെ ഈ വിദ്വാൻ വന്ന് മറിച്ചു കളഞ്ഞു. അടുത്തത് തടുത്തു. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ, കുറച്ച് കഴിഞ്ഞപ്പോഴേ പൗലോസിന് അങ്ങ് മുഷിഞ്ഞു. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി. പൗലോസിന് മനസ്സിലായി ഇവന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു അശുദ്ധാത്മാവുണ്ട്, ഇവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ഇങ്ങനെ നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും നിലവാരത്തിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആത്മനിറവിൽ ഒന്ന് ഉറ്റുനോക്കി അതൊന്ന് ശാസിക്കാമെങ്കിൽ ദൈവത്തിന്റെ
കൃപയുടെ വ്യാപാരം നിന്റെ കൂടാരത്തിനകത്ത് ചലിക്കും. ആരോടൊക്കെ ദൈവം പറയുന്നു? നിന്റെ ഓഫീസിനകത്ത്, നിന്റെ ഓഫീസിൽ നിന്റെ പ്രമോഷനെ, നിന്റെ മുന്നോട്ടുള്ള വഴികളെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ അവകാശത്തിനെതിരെ, നിന്റെ ആമൻ ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മകൾക്കെതിരെ മറ്റൊരു വിദ്വാൻ വന്നോ, മറ്റൊരു ഏലിമാസ് വന്നോ അതിനെ മറിച്ച് കളയാൻ, അതിനെ തടുക്കാൻ ആമൻ ശത്രു അവസരം നോക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ എന്നോടൊപ്പം എത്ര പേര് പറയും, ഞാൻ പരിശുദ്ധാത്മപൂർണ്ണനാകാൻ പോകുക, ഞാൻ പരിശുദ്ധാത്മപൂർണ്ണനാകാൻ പോകുക? ആ കരം ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുക. അതിനെ ചുമ്മാ ഫേസ് ചെയ്യരുത് കേട്ടോ, അതിനെ വെറുതെ ഫേസ് ചെയ്യരുത്. ഈ പകൽ അന്യഭാഷ പ്രാപിച്ച എല്ലാ ദൈവമക്കളും അന്യഭാഷകളിൽ ഒന്ന് ആത്മാവിൽ ആരാധിച്ചിട്ട് ഈ പകൽ ഇങ്ങനെ പറ, എനിക്കെതിരെ എൻ്റെ നന്മയെ മറിച്ചു കളയാൻ, എൻ്റെ നന്മയെ തടുത്തു കളയാൻ നിൽക്കുന്ന ആ ശക്തിയെ ഞാൻ വെറുതെ പോരാടുകയില്ല, ആത്മപൂർണനായി ഞാൻ അതിനോട് പോരാടും. അതിനെ ഞാൻ ആത്മനിറവിൽ പോരാടും. പൗലോസ് എന്ത് ചെയ്തു? ബർയേസു എന്ന് പറയുന്ന മാന്ത്രികനായ ഈ ബർയേസു എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആരാന്നറിയോ? ഇയാളൊരു യഹൂദ പശ്ചാത്തലമുള്ള ഒരു മനുഷ്യനാണെന്നറിയണം കേട്ടോ. ചരിത്രം എങ്ങനെയാ പറയുന്നത്? ഇയാൾ യഹൂദ പശ്ചാത്തലത്തിൽ പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ തന്നെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കി മനുഷ്യൻ്റെ ജീവിതത്തെ നക്ഷത്രങ്ങളുമായി ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തി ഭാവി, വർത്തമാനം, ഭൂതകാലം പ്രവചിക്കുന്ന ജ്യോതിഷ പ്രവാചകനായിരുന്നു എലീമാസ്. ഒന്നുകൂടി പറയാം, നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ച് മനുഷ്യൻ്റെ ഭാവി, വർത്തമാന, ഭൂതകാലങ്ങൾ പ്രവചിക്കുന്ന ജ്യോതിഷ മനുഷ്യനായിരുന്നു എലീമാസ് എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യൻ്റെ കാലഗതിയെ നിയന്ത്രിക്കുന്നത് നക്ഷത്രങ്ങളല്ല, ഗ്രഹങ്ങളല്ല, അവന് ജീവൻ കൊടുത്ത സ്വർഗത്തിലെ ദൈവമാണ്. കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അവന് എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ദൂത് കയറി വരുന്നു. കുഞ്ഞേ, എന്താ നിനക്ക് ഇതിന് കഷ്ടം ഉണ്ടാകുന്നേ? എന്താ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നേ? എൻ്റെ വീട്ടിൽ ഒരാള് വന്നിട്ട് എന്നോട് ചോദിച്ചു, സ്തോത്രം പാസ്റ്ററെ, സ്തോത്രം, ഇതിൻ്റെ അടപ്പ് എവിടെയായിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അടപ്പ് ഇന്നടത്തായിരിക്കുന്നത്. എന്നോട് ചോദിച്ചു, ഇതിൻ്റെ വാതിൽ എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു, ഇന്നടത്തോട്ടാ. അപ്പോൾ എന്നോട് കഴിഞ്ഞു, ഈ വാസ്തു പ്രകാരം ഈ വാസ്തുവിൻ്റെ മറ്റേ പുള്ളി കിടക്കുന്നതിൻ്റെ തലയെ കൊണ്ട് അടപ്പ് കത്തിക്കരുത്. സ്തോത്രം എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. വാസ്തു പ്രകാരം ഈ പുള്ളി ഇങ്ങനെ കോണോട് കോണാ കിടക്കുന്നേ. അപ്പൊ കോണോട് കോണ് കിടക്കുമ്പോൾ പടിഞ്ഞാറ് അതിർത്തിയിൽ പുള്ളിയുടെ തല കിടക്കുന്നിടത്തുകൊണ്ട് അടപ്പ് കത്തിച്ചാൽ വാസ്തുബലിയുടെ തല കത്തിപ്പോകുവത്തെ. സ്തോത്രം. ഞാൻ പറഞ്ഞു, എന്നാ ഇപ്പൊ തല കത്തിയ? അങ്ങനെയല്ല, അവിടെ അടപ്പ് വെക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ? അയ്യോ, അവിടെയും വെക്കരുത്, അത് പുള്ളിയുടെ കാലാന്ന്. സ്തോത്രം. ഞാൻ ചോദിച്ചു, ഈ ടൗണിലൊക്കെ 1.5 സെന്റ് സ്ഥലം, 2 സെന്റ് സ്ഥലം, 1 സെന്റ് സ്ഥലം ഉള്ളവൻ ഈ വാസ്തുവിന്റെ തലക്കും കാലിനും തീ കൊടുക്കാതെ കത്തിക്കാൻ നോക്കിയാൽ ആകാശത്ത് കൂടുവെച്ച് കത്തിക്കേണ്ട ഗതികേട് വരുമല്ലോ അച്ചായ. ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇന്ന് പകലിൽ മനുഷ്യന്റെ ജീവിതത്തെ പിടിച്ചു കെട്ടാൻ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും വെച്ച് ജ്യോതിഷ മണ്ഡലങ്ങളിൽ പിശാച് കുടിയാടുമ്പോൾ ഇന്ന് പകൽ ഒരു ദൂത് പറ, നിനക്ക് ഇതൊന്നും ഏക്കത്തില്ല കുഞ്ഞെ, ഇതൊന്നും നിന്നെ തൊടത്തില്ല. കാരമടിച്ച് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കണം. ഒരു നക്ഷത്രങ്ങളുടെ കണക്കും ഒരു ഗ്രഹങ്ങളുടെ കണക്കും ഒരു ദൈവ പൈതലിനെ തൊടുകയില്ല. അങ്ങനെ ആരെങ്കിലും സംശയിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ എറിഞ്ഞു കളയുക. ആരെങ്കിലും വന്നിട്ട് പറയുന്നുണ്ടോ, നിന്റെ വീടിരിക്കുന്നത് കന്നിമൂലയിലാണ്, നിന്റെ വീടിരിക്കുന്നത് ഇവിടെയാണ്, അതിന് യേശുവിന്റെ നാമത്തിൽ പറത്തിയിട്ട് പറ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഞാന് ഈ ദൂത് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചോണ്ട് പോയി. 4 പ്രാവശ്യം അവർ വീട് പൊളിച്ചു പണിതു. 4 പ്രാവശ്യം. 2600 സ്ക്വയർ ഫീറ്റ് ഉണ്ടായത് 600 സ്ക്വയർ ഫീറ്റ് പൊളിച്ച് കളഞ്ഞ് 2000 ആക്കി.
2000 ആക്കിയിട്ട് വീണ്ടും കണിയാൻ വന്നിട്ട് പറഞ്ഞു ഇപ്പോഴും ശരിയായിട്ടില്ല. ആമേൻ. ആ സിറ്റ് ഔട്ടിന്റെ ഒരു മൂല മുറിച്ചു മാറ്റണം. നിങ്ങൾ ഇപ്പൊ ചെന്ന് കണ്ട വീട് കണ്ടാൽ നക്ഷത്രം ഇരിക്കുന്ന പോലെയായിരിക്കുന്നേ. സമചതുരത്തിലെ വീട് മുറിച്ചു മാറ്റി ആമേൻ 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 ഇപ്പോ നക്ഷത്രത്തിന്റെ കോണ് പോലെയായി. എന്നിട്ടും ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇപ്പോഴും തീർന്നിട്ടില്ല. എന്നോട് ചോദിച്ചു എന്നാ? ഞാൻ ഒരു കുഴി കുത്തി മൂട്, അതാ ഏറ്റവും നല്ലത്. കറവിയത്തി ഒരു അല്ലലിയോ പറഞ്ഞേ, മനുഷ്യനെ പിശാച് കൊണ്ടുപോയി അവൻ അരുതാത്തതിൽ കൊണ്ടുപോയി ഒതുക്കിയിട്ടിരിക്കുക. ഞാൻ ഇന്ന് രാത്രി പകൽ ഒരു കാര്യം പറയാം. അവൻ നിന്റെ വീടിന് തൊട്ടടുത്ത സിമിത്തേരിക്കകത്ത് 2 സെന്റ് സ്ഥലം കിട്ടുമെങ്കിൽ മേടിച്ചോ, അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. കറവിയ ദൈവത്തിന് സ്വതന്ത്രം ചെയ്യ്. ശ്മശാന ഭൂമിയിൽ 1 ഏക്കർ സ്ഥലം കിട്ടിയാ മേടിച്ചോ, അത് നിനക്ക് അനുഗ്രഹമാണ്. കാരണം ഒരു ദോഷവും ശത്രു നിനക്കെതിരെ വരുത്തുകയില്ല. ആരുടെയൊക്കെ അകത്ത് ഒരു ചിന്തയുണ്ട്, ഇത് വഴിപോക്കാണ്, ഇത് നടത്തുള്ള സ്ഥലമാണ്, ഇതിലൂടെ അവൻ ശത്രു നടക്കുന്ന സ്ഥലമാണ്, ഇവിടെ അവൻ ശരിയല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സഭായോഗത്തിന്റെ നടുവിൽ അരുതാത്ത ചിന്തയിടുന്ന സകല ദുഷ്ടവ്യാപാരങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭ ഒന്നിച്ചതിനെ ശാസിക്കുന്നു. ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട മെസ്സേജ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെയുള്ള സകല വെല്ലുവിളികളെയും ഇങ്ങനെ തടുക്കുന്ന സകല വിദ്വാൻമാരെയും നിങ്ങൾ നോർമലായിട്ട് കൈകാര്യം ചെയ്യരുത്. നിങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ അതിനെ തരണം ചെയ്യണം. കാരണം അടിച്ച് കർത്താവിനും നന്ദി പറ. ഇങ്ങനെ കൊണ്ടുവരുന്ന സകലതിനെയും നോർമലായി നിങ്ങൾ കാണരുത്. ഈ നക്ഷത്രങ്ങളെ ഗ്രഹങ്ങളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ജീവിത ശൈലിയെ മാറ്റിക്കളയുന്ന ആമൻ ദൈവവചനത്തിന് വിരുദ്ധമായി കൊണ്ടുവരുന്ന മറിച്ചു കളയുന്ന സകല അനാചാരങ്ങളെയും പൗലോസ് ചെയ്തതുപോലെ പരിശുദ്ധാത്മ പൂർണ്ണതയിൽ നിങ്ങളതിനെ കൈകാര്യം ചെയ്യണം. ഇനി പൗലോസിന്റെ ആ പദപ്രയോഗം ഒരു സ്ഥലത്തും പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ക്ഷമിക്കണം കേട്ടോ. ഒന്ന് വായിച്ചേ മോനെ, ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് വായിച്ചേ. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ പിശാചിന്റെ മകനെ. ഓ സ്തോത്രം. ആമേൻ. ഇങ്ങനെ നമ്മളൊരു വീട്ടിൽ സുവിശേഷം പറയാൻ ചെന്നിരിക്കുമ്പോ ആ കുടുംബവുമായിട്ട് ബന്ധമുള്ള ഒരാൾ നമ്മളെ ഇങ്ങനെ വന്ന് തടുത്താൽ ആ പുള്ളി എങ്ങനെയൊക്കെ വിളിച്ചാൽ നമ്മൾ ജീവനോടെ പോരുവോ? അവൻ പൗലോസിന്റെ ആ ധൈര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹേ സകല കപടവും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ എന്നൊക്കെയാ വിളിക്കുന്നേ. എന്നിട്ട് പറയുന്നു സർവ നീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴി മറിച്ചു കളയുന്നവൻ. കണ്ടോ? അപ്പൊ കർത്താവിന്റെ നേരായ വഴിയെ മറിച്ചു കളയുന്ന ശത്രുവിനെ പരിശുദ്ധാത്മ പൂർണ്ണനായി പൗലോസ് നേരിട്ടു. എത്ര പേർക്ക് ഇന്ന് പകൽ ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഈ അല്പം വേഗത്തിൽ പോകുന്നത് സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ്. കർത്താവിൻ്റെ നേർവഴി മറിച്ചു കളയുന്ന, കർത്താവിൻ്റെ യഥാർത്ഥ വഴിയെ അടച്ചു കളയുന്ന, കർത്താവിൻ്റെ യഥാർത്ഥമായ വഴിയെ മാറ്റിക്കളയുന്ന ആ വിദ്വാനെ പരിശുദ്ധാത്മ പൂർണ്ണനായി താൻ എന്ത് ചെയ്തു? ആമേൻ, നേരിടാൻ ഇടയായി. ആമേൻ. അവിടെ അപ്പോൾ പൗലോസ് അവനെ എങ്ങനെ നോക്കിയെന്നാ പറയുന്നത്? ഉറ്റുനോക്കി. 9-ാം വാക്യം. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ആമേൻ. പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. പൗലോസിന്റെ നോട്ടത്തിനകത്തുണ്ടായിരുന്നു ഒരു ദൈവശക്തി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. പൗലോസിന്റെ നോട്ടത്തിനകത്തുണ്ടായിരുന്നു ഒരു ഭയങ്കര അഭിഷേകം. പൗലോസിന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഒരു ദൈവത്തിന്റെ അഭിഷേകം. ശൗൽ എന്ന് പേരുള്ള പൗലോസ് ആമേൻ. പൗലോസിന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ആമേൻ, പൗലോസിന് 2 പേരുകൾ ഉണ്ടായിരുന്നു. അവിടെ എടുത്തു വായിക്കുന്നുണ്ട് ശൗൽ എന്ന പൗലോസ്. അതിന് കാരണം എന്നാണെന്നറിയോ? ശൗൽ എന്ന പേര് എബ്രായ നാമവും പൗലോസ് എന്നത് ഗ്രീക്ക് നാമമാണ്. ബർയേസു എന്ന പേര്, സ്തോത്രം, ജോഷുവ
എന്ന സങ്കുലിതമായ ഒരു നാമത്തിൻ്റെ മറ്റൊരു നാമമാണ്. ആമേൻ. ജോഷുവ എന്ന പേരിൻ്റെ ഒരു സങ്കുലിതമായ മറ്റൊരു നെയിമാണ് ആമേൻ യേശു, അഥവാ യേശു എന്നൊക്കെ വിളിക്കുന്നത്. അത് യേശുവിന് മാത്രമല്ല, ഒത്തിരി പേർക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഈ ബർയേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ ആത്മാവിൻ്റെ നിറവോടെ പരിശുദ്ധാത്മാവ് തരണം ചെയ്യുന്നു. ആമേൻ. എൻ്റെ മെസ്സേജ് ചുരുക്കുന്നതിന് മുമ്പ് ദൈവമക്കളോട് ഒരൊറ്റ അപേക്ഷ എനിക്കുണ്ട്. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ജീവിക്കണം, പരിശുദ്ധാത്മാവിൽ ജീവിക്കണം, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കണം, പരിശുദ്ധാത്മ നിറവിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ എൻ്റെ ഒരു കൊച്ചനുഭവം പറയാം. ഒരിക്കൽ ആമേൻ സ്തോത്രം, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരു കൈനോട്ടക്കാരൻ, മഷിനോട്ടക്കാരൻ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയാണ്, സാറേ ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ. ഞാൻ അവന് പറയാൻ പറഞ്ഞു. എൻ്റെ ചരിത്രം മൊത്തം അവനങ്ങ് പറഞ്ഞു. സാർ ഇവിടം വരെ എത്തിയത് അപ്പൻ്റെ ഗുണം കൊണ്ടല്ല, അമ്മയുടെ ഗുണം കൊണ്ടല്ല, വീട്ടുകാരോ സ്വത്തോ ഒന്നുമില്ല. സാർ ഇവിടം വരെ എത്തിയത് എൻ്റെ കഴിഞ്ഞകാല അനുഭവം എല്ലാം അങ്ങ് പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് പുള്ളി അവസാനം എന്നോട് പറഞ്ഞു, ഒരു 10 രൂപ തരികയാണെങ്കിൽ കുറച്ചുകൂടി പറയാം. എല്ലാം പറഞ്ഞു. സുഭാഷ് പാർക്കിൻ്റെ അവിടെ വെച്ചാൽ എൻ്റെ കൂടെ അന്ന് ആരൊക്കെയുണ്ട്. എന്നോട് പറയുക, എൻ്റെ ചരിത്രം മൊത്തം പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ബെഹറിൽ മീറ്റിങ്ങിന് പോകാനിരിക്കുക. പുള്ളി എന്നോട് പറയുക, സാർ അടുത്ത ദിവസം ഫ്ലൈറ്റിന് കയറി ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഭൂതകാലം, എൻ്റെ വർത്തമാനകാലം, ഭാവികാലം മൊത്തം ഇനങ്ങ് പറയുക. എവിടെയായിരിക്കുന്നറിയാമോ? സുഭാഷ് പാർക്കിൻ്റെ അവിടെ. പുള്ളി ഇട്ടിരിക്കുന്ന ഷർട്ട് അലക്കിയിട്ട് 10 ദിവസമായി കാണും. ഉടുത്തിരിക്കുന്ന മുണ്ട് മൊത്തം അഴുക്കാണ്. ഇത് വിട്ടിരുന്നുകൊണ്ട് എൻ്റെ ഭാവി, വർത്തമാനം, ഭൂതമെല്ലാം പറയുക. എനിക്ക് രസം തോന്നി. എന്നോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഈ കൈ നോക്കിയൊക്കെ പറയുന്നത്. ഞാൻ പോയപ്പോൾ എന്നെ പിടിച്ചു നിർത്തിയിട്ട് എന്നോട് പറയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, 10 രൂപ തന്നാൽ കുറച്ച് കാര്യം കൂടി പറയാം. ഞാൻ ഉടനെ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് 5 പൈസ ചേട്ടൻ തരണ്ട. ഒരു സെക്കൻഡ് ചേട്ടൻ ഒന്ന് കണ്ണടക്കാമെങ്കിൽ ചേട്ടൻ്റെ ഭാവിയും വർത്തമാനം ഭൂതമെല്ലാം ഞാനിപ്പോൾ പറയാം. അപ്പോൾ എനിക്കൊരു രസം തോന്നി. ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഇവൻ്റെ വീട്ടിൽ ആരോ മാനസിക രോഗിയുണ്ട്. ഞാൻ പറഞ്ഞു, ബ്രദറെ നിങ്ങൾ ഇവിടെ നിന്ന് ഭാവിയും വർത്തമാനം ഭൂതവും പറയുമ്പോൾ വീട്ടിനകത്ത് ആരാ മാനസിക രോഗമായിട്ട് കിടക്കുന്നത്? പുള്ളി പറഞ്ഞു, എൻ്റെ ഒരു പെങ്ങളാ. ഉടനെ എന്നോട് പറഞ്ഞു, സാറേ എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി, സാർ ഇവിടെ നിൽക്കണ്ട, സാറ് പൊക്കോ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? സാറ് കുറേ നേരം ഇവിടെ ഇന്നാൽ എൻ്റെ മഷിനോട്ടം പോകും. സ്തോത്രം പറയാൻ പറ്റുമോ? ദൂത് മനസ്സിലായോ? ആത്മനിറവുള്ള ദൈവ പൈതലേ, നിന്റെ സാന്നിധ്യം ദുരാത്മാവിൻ്റെ മണ്ഡലങ്ങളെ പൊളിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അരുതാത്ത ക്രിയ നടക്കുന്ന, അരുതാത്ത പരിപാടി നടക്കുന്ന ഒരു സ്ഥലത്ത് നീ ചുമ്മാ കിടന്നുറങ്ങിയാൽ, നീ ചുമ്മാ ഒന്ന് കയറിയിറങ്ങിയാൽ പിശാചിന്റെ തലങ്ങൾ പൊട്ടിമാറും. വിശ്വസിക്കുന്ന ദൈവജനം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന് 13-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന് 13-ാമത്തെ വേദവാക്യം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. പരിശുദ്ധാത്മാവിന്റെ സ്നാനം നിങ്ങൾക്ക് ഒരിക്കലായി കിട്ടും. എല്ലാ കുഞ്ഞുങ്ങളും എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വേഗം നിർത്തും. പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഒരിക്കലായി മാത്രം കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആത്മസ്നാനം പ്രാപിച്ചോ എന്ന് ചോദിക്കില്ലേ? അതുപോലെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഒരിക്കൽ മാത്രം കിട്ടും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണം. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഒരിക്കൽ ആത്മസ്നാനം പ്രാപിച്ച നിങ്ങൾ ആ ആത്മസ്നാനത്തിൽ നിൽക്കരുത്. നിറവിലേക്ക് വരണം. നിറവിലേക്ക് വരണം. ആത്മാവിന്റെ നിറവിൽ നിന്നും നിറവിലേക്ക് വരണം. ദൂത മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. കുഞ്ഞെ, സഹോദരി, സഹോദര, ഇതൊരു ആഹ്വാനമാണ് കേട്ടോ. ഒരിക്കൽ ആത്മസ്നാനം പ്രാപിച്ച നിങ്ങൾ
അതിൽ നിന്ന് കഴിഞ്ഞാൽ ആത്മപൂർണനാകാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ആത്മപൂർണത കൈവരിക്കണമെങ്കിൽ ആത്മസ്നാനത്തിൽ പ്രാപിച്ച നിങ്ങൾ ആത്മാവിന്റെ നിറവിലേക്ക് വരണം. ആത്മാവിന്റെ നിറവിലേക്ക് വരണം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 2:1 വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ 120 പേർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അവൻ അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവുകളാൽ അവരുടെ എല്ലാവരുടെ മേലും പ്രത്യക്ഷമായി. അവർ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ഇത് ആത്മസ്നാനമാണ്. ഇത് പരിശുദ്ധാത്മസ്നാനമാണ് പെന്തക്കോസ്ത് ദിവസം നടന്നത്. ഇതെനിക്കും നിങ്ങൾക്കും കിട്ടി. ആത്മസ്നാനം കിട്ടി. അവൻ ചിലർ പറയില്ലേ, അത് ഒരു വിറവൽ, ഒരു ഷിവറിങ്. ആമേൻ. ചിലരുണ്ടല്ലോ ആരൊറ്റ വിറവലും കൊണ്ട് നടക്കുക. പ്രൈസ് അല്ലാഹ്. എന്നോടൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ ചിലരൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊടയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് ആത്മസ്നാനം പ്രാപിച്ച് അന്നേരം ഒരു കൊടയിൽ വന്നതാ. ഇപ്പോഴും വർഷം 19 ഇപ്പോഴും ആ കൊടയിലും കൊണ്ട് നടക്കുക. കുഞ്ഞെ, ഈ കൊടയിലൊക്കെ നിർത്തിയിട്ട് ഒരു പൂർണ്ണത പ്രാപിക്കാൻ വീണ്ടും ഒരു ആത്മാവിൻ്റെ നിറവ് വേണം. കർത്താവിന് സ്തോത്രം ചെയ്തേ. അങ്ങനെ അപ്പോൾ അവിടെ ഇരിക്കുന്ന ആർക്കും ഒരു കൊച്ചിനൊരു സംശയം, പാസ്റ്റേ ആത്മസ്നാനം പ്രാപിച്ച ഞങ്ങൾക്ക് ഈ ആത്മപൂർണ്ണത കൈവരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റ മാർഗം പറയാം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആത്മസ്നാനം പ്രാപിച്ച നിങ്ങൾ അവന് വേണ്ടി കാത്തിരുന്നാൽ നിങ്ങൾ ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കും. അതെങ്ങനെയാണ്? അതിനൊരളവ് ഞാൻ നിങ്ങൾക്ക് തരാം. സ്നാനം പ്രാപിച്ച നിങ്ങൾ, ആത്മസ്നാനത്താൽ നിറഞ്ഞ നിങ്ങൾ എങ്ങനെ പൂർണ്ണരാകും, ആത്മപൂർണ്ണരാകും? അതിൻ്റെ അളവ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് നരിയാണിയോളം, മുട്ടോളം, അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തത്. അതിൻ്റെ അളവ് അങ്ങനെയാണ്, നരിയാണിയോളം. പരിശുദ്ധാത്മാവ് ഇന്ന് രാപകൽ എൻ്റെ ഉള്ളത്തോട് ഇങ്ങനെ പറയുന്നു, എനിക്കങ്ങനെ ഒരു നിറവ് വേണം, എനിക്കങ്ങനെ ഒരു പൂർണ്ണത വേണം. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭൂതങ്ങൾ അലറണം. ഞാൻ കാലുവെക്കുമ്പോൾ, ചില വീടുകൾ കയറുമ്പോൾ ആ കുടുംബത്തിൽ വ്യാപരിക്കുന്ന ശാപത്തിൻ്റെ നുകങ്ങൾ അഴിഞ്ഞു മാറണം. അപ്പോസ്തലന്മാർ വ്യാപരിച്ചതുപോലെ ഒരു ദൈവകൃപ എന്നിൽ വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരൊന്ന് പ്രാർത്ഥിച്ചേ. ഒരു പരിശുദ്ധാത്മ നിയോഗം ദൈവം എനിക്ക് തരുന്നു. ഒരു പരിശുദ്ധാത്മ നിയോഗം എനിക്ക് ദൈവം തരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. പ്ലീസ്, യൂട്യൂബിലൂടെ, സൂമിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ഒരു ആത്മനിയോഗം വരുന്നു. കുഞ്ഞെ, പ്രാർത്ഥിച്ചോ. ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് പകൽ കാണിക്കുന്നുണ്ട്. പള്ളൂരുത്തിയിലുള്ള ബ്രദർ സാജൻ ബ്രദറെ, നീ ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ. നിന്റെ മേൽ ഒരു അഗ്നി അഭിഷേകം ദൈവം തൊടാൻ പോകുക. കർത്താവ് രാജേഷേ, ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ. ഒരു ദൈവിക നിയോഗം ദൈവം നിന്റെ മേൽ പകരും. കർത്താവ് ആത്മാവ് എന്നോട് പറയുന്നു, ചില വ്യക്തികളെ കാണിച്ചിട്ട് പറയുന്നു, യെസ്, നിങ്ങളുടെ മേൽ ഒരു പൂർണ്ണത ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുന്നു. എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ വചനം എൻ്റെ അകത്ത് ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. എന്തിനാന്ന് എനിക്കറിയില്ല. എന്നിട്ട് പരിശുദ്ധാത്മ പറയുന്നു, ഒരു സൈന്യം, ആത്മപൂർണരായ ഒരു സൈന്യം ഈ കോവിഡ് കഴിയുമ്പോൾ ദൈവസഭക്കകത്തുനിന്ന്, കുടുംബത്തിന്റെ അകത്തുനിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ആത്മസ്നാനം ഒരിക്കലാണ്, എന്നാൽ ആത്മപൂർണ്ണത ഒരു പ്രാവശ്യമല്ല. പ്രാപിക്കണം. കാത്തിരിക്കണം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അങ്ങനെയുള്ളവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് കയറും. നരിയാണിയോളമല്ല. ആരെങ്കിലും നരിയാണിയോളം ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഇരിക്കുന്ന ഇടത്ത് എഴുന്നേറ്റ് നിന്നോ, നൃത്തം ചെയ്തോ, ഇന്ന് പകൽ ആരാധിക്കാൻ തയ്യാറായിക്കോ. എന്നിട്ട് പറ, കർത്താവേ, എനിക്ക് ആ നരിയാണിയോളമുള്ള അഭിഷേകം മതി. ആ നരിയാണിയോളമുള്ള അഭിഷേകം ഇന്ന് മതി. അത് മുട്ടോളം വേണം. മുട്ടോളം പ്രാപിച്ച എത്ര പേർ ഇന്ന് പകൽ ഇങ്ങനെ പറയും, പോരാ, എനിക്ക് മുട്ടോളം പോരാ, എനിക്ക് അരയോളം വേണം. പ്രാപിച്ചോ. എന്നിട്ട് പറ, കർത്താവേ, നരിയാണിയോളം മതി. അവൻ മുട്ടോളം പോരാ, പകരം അവൻ അരയോളം എനിക്ക് പോരാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ക്രിസ്തുവിന്റെ നിറവ്, ക്രിസ്തുവിന്റെ ആത്മാവിന്റെ നിറവ് ഈ പകൽ എന്റെ മേൽ വരട്ടെ. ദൈവജനം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരുന്നു. കർത്താവിന്റെ ദാസൻ ബെന്നഞ്ചേട്ട പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ ഒരാത്മാവിന്റെ
നിറവ് ആ കൂടാരത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. കൂടാരത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ പോകുന്നു. പ്രാർത്ഥിച്ചോ. അവൻ ഒരു വലിയ ആത്മാവിന്റെ നിറവ് ദൈവം അടക്കുന്നു. ഇന്ന് വന്നത് വെറുതെയാകില്ല, നിങ്ങൾ ഇരുന്നത് വെറുതെയാവില്ല. ഒരാത്മാവിന്റെ നിറവ് എല്ലാ കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കുന്നു. അവൻ നിങ്ങളുടെ ആത്മശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തുനിന്ന് അവൻ ദൈവശക്തിയെ തടുക്കുന്ന, അവൻ ദൈവത്തിന്റെ വഴിയെ മറിച്ചു കളയുന്ന ചില ശക്തികൾ മാറുന്നു. തോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദി ഒഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദി ഒഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ പെയ്യണം, മാലിന്യം മാറേണം, വിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, വിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ. ആരാധിച്ചേ ഒരു അഭിഷേകത്തിന്റെ നിറവ്, ആത്മാവിന്റെ നിറവ്. എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല. അഭിഷേകത്തെ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു പുത്തൻ അഭിഷേകം വ്യാപരിക്കട്ടെ, ഒരു പുത്തൻ അഭിഷേകം വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ നിറവ്. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. Oh,